ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ റെസിപ്പി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. നമ്മുടെ വീട്ടിൽ പുട്ട് ബാക്കിയാവുന്ന സമയത്ത് നമുക്ക് ചെയ്തിട്ടെടുക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി റെസിപ്പിയാണ്. വളരെ സിമ്പിളായിട്ട് ചെയ്തിട്ടെടുക്കാം. അധികം ചേരുവകളോ കാര്യങ്ങളോ ഒന്നും വേണ്ട. അപ്പോൾ ഈ ഒരു അടിപൊളിയായിട്ടുള്ള ഐറ്റം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് പുട്ട് തന്നെയാണ് വേണ്ടത്. നമ്മുടെ വീട്ടിൽ ചില സമയങ്ങളിലൊക്കെ രാവിലെ ചുട്ട പുട്ട് കുറച്ച് ബാക്കി ഉണ്ടാവുമല്ലോ. അപ്പോൾ വൈകുന്നേരം കഴിക്കാൻ താല്പര്യം ഉണ്ടാവില്ല കുട്ടികൾക്കൊന്നും. അപ്പോൾ കുട്ടികൾക്കൊക്കെ ചെയ്തിട്ട് കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്കാണ്. അപ്പോൾ പുട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചിട്ടെടുക്കുക. പുട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മിക്സിയുടെ ജാറിനകത്ത് ഇട്ടിട്ട് ഒന്ന് പൊടിച്ചിട്ടെടുക്കുക കേട്ടോ. ഞാനിവിടെ കൈ വെച്ചിട്ടുണ്ട് നന്നായിട്ടൊന്ന് പൊടിച്ചിട്ടുണ്ട്. ആ തേങ്ങയും എല്ലാം ഉണ്ടായിക്കോട്ടെ കേട്ടോ. എല്ലാം കൂടെ ഒന്ന് പൊടിച്ചിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഒരു പുട്ടിൻ്റെ പീസ് ഇതാ ഇത്രയാണ് പൊടിച്ചപ്പോൾ ഉണ്ടായിട്ടുള്ളത് കേട്ടോ. ഇനി ഇതിലോട്ട് കടലപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 3 ടേബിൾ സ്പൂൺ കടലപ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇത് മാത്രം മതി കേട്ടോ നമുക്ക് പൊടികളായിട്ട്. കടലപ്പൊടി തന്നെ ചേർക്കണം. അതിന് പകരം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഗോതമ്പ് പൊടി ചേർക്കാം, അല്ലാണ്ട് അരിപ്പൊടിയൊന്നും ചേർക്കരുത് കേട്ടോ. അപ്പോൾ അത് ചേർത്തിട്ടുണ്ട് 3 ടേബിൾ സ്പൂൺ. ഇനി ഇതിലോട്ട് ഒരു ചെറിയ സവാള ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുള്ളതാണ്, അതും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ഇതിലോട്ട് മല്ലിയില ഉണ്ടല്ലോ, അതുണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് അതും കൂടെ ചേർത്ത് കൊടുക്കുക. നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. പിന്നെ ഇതിലോട്ട് കരിവേപ്പില വേണം. ഒരു ചെറിയൊരു പിടി കരിവേപ്പില ഇങ്ങനെ കട്ട് ചെയ്തിട്ട് അതും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് പൊടികളായിട്ട് 3/4 ടീസ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് മുളക് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കണം, നമ്മൾ പരിപ്പ് വടയിലൊക്കെ ചെയ്യുന്ന പോലെ അങ്ങനെ ചെയ്യണം എന്നുണ്ടെങ്കിൽ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. ഞാൻ കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നില്ല, അതിന് പകരം മൊത്തത്തിൽ മുളക് പൊടി ചേർത്തിട്ടുള്ളൂ. ഉപ്പ് ചേർക്കുന്ന സമയത്ത് നമ്മുടെ പുട്ടിൽ ഉള്ള ഉപ്പും കൂടെ നോക്കിയിട്ട് വേണം ചേർക്കാൻ കേട്ടോ. അപ്പോൾ ഒരു നുള്ളു ഉപ്പ് ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ പിന്നെ ചേർത്ത് കൊടുക്കാമല്ലോ. എല്ലാം കൂടെ ഒന്ന് കൈവച്ച് മിക്സ് ചെയ്തതിന് ശേഷം ഒരു നുള്ളു വെള്ളം ഇങ്ങനെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഏകദേശം ഒരു 2-3 ടേബിൾ സ്പൂൺ വെള്ളം മാത്രമേ എനിക്ക് പുട്ടിലോട്ട് ആവശ്യം വന്നിട്ടുള്ളൂ. അപ്പോൾ അത് ഇതുപോലെ ചേർത്ത് നന്നായിട്ട് കൈവച്ച് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇങ്ങനെ ഒന്ന് ഉരുട്ടി പിടിക്കാൻ പാകത്തിന് ആയി കിട്ടണം. അപ്പോൾ ഓവർ വെള്ളമായിട്ട് പോവരുത്. അപ്പോൾ ഇതുപോലെയാണ് നമുക്ക് വേണ്ടത്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഓയിൽ ചൂടാവാൻ വെച്ചിട്ടുണ്ടായിരുന്നു, നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പരിപ്പ് വട ഒക്കെ ചെയ്യുന്ന പോലെ കയ്യിൽ പ്രസ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. വളരെ സിമ്പിളാണ്. അപ്പോൾ അതുപോലെ അങ്ങ് ചെയ്തിട്ടെടുക്കുക. തീ ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കുക കേട്ടോ. പിന്നെ ഞാൻ അധികം കട്ടിയിലല്ല ചെയ്തിട്ടെടുക്കുന്നത്, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് കുക്കായിട്ട് കിട്ടും. അതുകൊണ്ട് തന്നെ എണ്ണയും കാര്യങ്ങളൊന്നും കുടിക്കില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഇതുവരെ ഇങ്ങനെ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുക. അടിപൊളി ടേസ്റ്റ് ആട്ടോ. നമ്മൾ പരിപ്പുവടയേക്കാളും ടേസ്റ്റാണ്. ഇങ്ങനെ പുട്ട് വെച്ച് ഉണ്ടാക്കിയതാണെന്നൊന്നും ആരും പറയില്ല. കാണുന്ന സമയത്ത് നമുക്ക് പരിപ്പുവട ആയിട്ടാണ് തോന്നുക കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ഐറ്റം തന്നെയാണ്. എല്ലാവരും ഒരിക്കലെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് ലൈക്കും ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലത്തെ സിമ്പിൾ റെസിപ്പീസ് നമ്മുടെ ചാനലിൽ വരുന്നതാണ്. അപ്പോൾ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തിട്ടേക്കുക. പിന്നെ ഇത് ഉണ്ടാക്കി നോക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഉണ്ടാക്കിയവരുണ്ടെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിലും കൂടെ പറയുക കേട്ടോ. അപ്പോൾ ഇത് തിരിച്ചും മറിച്ചൊക്കെ ഒന്നിട്ട് ഏകദേശം ഒരു 2-3 മിനിറ്റിനുള്ളിൽ തന്നെ ഇത് റെഡിയായി കിട്ടും. അപ്പോൾ വളരെ സിമ്പിളാണ്. പക്ഷേ നിങ്ങൾ ഒരു പ്രാവശ്യം ഇങ്ങനെ ഉണ്ടാക്കി നോക്കിക്കഴിഞ്ഞാൽ പിന്നെ എപ്പോഴും നിങ്ങൾ കുറച്ച് പുട്ട് ബാക്കി വെക്കും കേട്ടോ, ഇതുപോലെ ഉണ്ടാക്കാൻ വേണ്ടി. ഇപ്പോൾ കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം. നമ്മുടെ പുട്ടെങ്ങാനും വേസ്റ്റ് ആവില്ല കേട്ടോ. അപ്പം വളരെ സിമ്പിളാണ്. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ ഞാൻ മൊത്തത്തിൽ ഫ്രൈ ചെയ്ത് കോരി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ കാണുമ്പോൾ നല്ല അടിപൊളി പരിപ്പ് വട പോലെ തന്നെ ഉണ്ട്. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കേണ്ട ഒരു ഐറ്റം തന്നെയാണ്. അധികം ചേരുവകളോ കാര്യങ്ങളോ ഒന്നും വേണ്ട. അപ്പോൾ അടിപൊളിയായിട്ടുള്ള ഐറ്റം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇൻഷാ അല്ലാ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്കിനിയും കാണാം. എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും. ബൈ.